അടുത്ത നാടകവുമായി പാകിസ്ഥാൻ വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊരു സമാധാന കരാറാണ്. ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ സന്നദ്ധത പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തന്റെ 4 രാഷ്ട്ര പര്യടനത്തിന്റെ 2ാം ഭാഗത്തിൽ ടെഹ്റാനിൽ എത്തിയപ്പോഴാണ് ഷെരീഫ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കാശ്മീർ വിഷയം, ഭീകരവാദം, ജലം, വ്യാപാരം എന്നിവയുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ചർച്ച നടത്താമെന്നാണ് പാക് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന പല സമയങ്ങളിലും ഇതുപോലെയുള്ള അനുനയ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും വാക്കു പാലിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അവിടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തെ സാദാബാദ് കൊട്ടാരത്തിൽ സ്വീകരിച്ചതിന് ശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ഷെരീഫ് പ്രസിഡന്റ് പെസഷ്കിയാനുമായി ചർച്ച നടത്തുകയായിരുന്നു. ശേഷം സമാധാനത്തിനായി ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പെസഷ്കിയാനുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഷെരീഫ് പറയുകയുണ്ടായി. കശ്മീർ പ്രശ്നവും ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ വ്യാപാരം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അയൽക്കാരുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇന്ത്യ യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി. പക്ഷേ അവർ ആക്രമണകാരികളായി തുടരാൻ തീരുമാനിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തതുപോലെ നമ്മുടെ പ്രദേശം നമ്മൾ സംരക്ഷിക്കും. പക്ഷേ അവർ എന്റെ സമാധാന വാഗ്ദാനം സ്വീകരിച്ചാൽ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കും. അതും അർഹമായ ഗൗരവത്തോടെയും ആത്മാർത്ഥതയോടെയും ഷെരീഫ് പറയുന്നു. ഇന്ത്യയുമായുള്ള 4 ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് തന്റെ രാജ്യം വിജയിച്ചുവെന്നും ഷെരീഫ് അവകാശപ്പെടുന്നുണ്ട്. അതിനിടെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന്റെ തിരിച്ചു നൽകലിലും ഭീകരവാദ പ്രശ്നത്തിലും മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇന്ത്യ നേരത്തെ തന്നെ തങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത്. ബൈസരൻ താഴ്വരയിൽ എത്തിയ വിനോദസഞ്ചാരികളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. ക്രൂരമായ ആക്രമണമാണ് ഇവിടെ പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. തുടർന്ന് മെയ് 7-ന് പുലർച്ചെ പാകിസ്ഥാൻ, കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതോടുകൂടി പാകിസ്ഥാൻ നടപടികളോട് ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാന്റെ യുദ്ധശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ പാക് വ്യോമ താവളങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് തകർക്കാനും സാധിച്ചു. പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയ ഈ അനുനയ ശ്രമം ഇനി ഒരു രക്ഷയുമില്ല എന്ന തോന്നിയ അവസരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായി മാത്രമേ കാണാനാവൂ. ഇതിൽ ഇന്ത്യ യോജിപ്പ് തന്നെയാണ് പാകിസ്ഥാനോട് കാണിക്കുന്നതെങ്കിൽ നെറികെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുമെന്ന കാര്യം തീർച്ചയാണ്.